എന്തുകൊണ്ട് നിക്ഷേപം നേരത്തെ തുടങ്ങണം? വളരെ നേരത്തെ, ഉദാഹരണത്തിന് 25 വയസ്സിന് താഴെ അല്ലെങ്കിൽ 30 വയസ്സിന് താഴെ നിക്ഷേപം തുടങ്ങുന്നതാണ് വളരെ ആദായകരം. നമ്മളെല്ലാവരും റിട്ടയർമെൻറ്റ്, അല്ലെങ്കിൽ പൊതുവേ റിട്ടയർമെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു 60 വയസ്സ്, 55-നും 60-നും ഇടയിലാണ് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഓർഗനൈസ് സെക്ടറിലുള്ളവർക്കാണെങ്കിൽ പെൻഷനുണ്ട്, കാരണം പെൻഷനുണ്ട്, അല്ലെങ്കിൽ ന്യൂ പെൻഷൻ സ്കീമുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, ഇങ്ങനെ പല വിധത്തിലുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളുണ്ട്. പക്ഷേ അൺഓർഗനൈസ് സെക്ടറിൽ നിൽക്കുന്നവർക്കും സംരംഭകർക്കും അല്ലാത്ത സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാർക്കും ഇത്തരം സാമൂഹിക സുരക്ഷാ കവചമില്ല, പെൻഷൻ്റെയും മറ്റ് പദ്ധതികളുടെയും. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. സ്ഥിരമായി ഒരു മാസം ഒരു കൃത്യ തുക എന്നുള്ള നിലയ്ക്ക് ഒരു പെൻഷൻ പോലെ കരുതാവുന്ന രീതിയിൽ നിങ്ങൾ നിക്ഷേപിക്കുക. അത് പെൻഷൻ ഫണ്ടാവാം, അത് SIP, മ്യൂച്വൽ ഫണ്ടിൽ SIP വഴിയാകാം, എന്ത് രീതിയിലും ആയിക്കോട്ടെ. വളരെ നേരത്തെ നിക്ഷേപിച്ചാൽ നല്ലതാണെന്ന് പറയാനായി ഒരു 4 ഉദാഹരണം നമുക്കെടുക്കാം. ഉദാഹരണത്തിന്, എനിക്ക് 60 വയസ്സിലെ വിരമിക്കൽ സമയത്ത് 5 കോടി രൂപ വേണമെന്നിരിക്കട്ടെ, ഒരു വലിയ തുകയായ ഒരു 5 കോടി രൂപ. അതിനുശേഷം നമുക്ക് അന്യൂറ്റി സ്കീമിലോ മല്ലോ നിക്ഷേപിച്ച് നമുക്ക് നമ്മുടെ വിശ്രമവേളയിൽ അല്ലെങ്കിൽ വിരമിക്കൽ പ്രായത്തിൽ, വിരമിക്കലിന് ശേഷം നമുക്ക് മാസം ഒരു തുക അതിൻ്റെ പലിശയായിട്ടോ അതിൻ്റെ നേട്ടമായിട്ടോ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് മാറ്റാനാണ്. അപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി എല്ലാ ബാധ്യതയും തീർത്ത് ഒരു 5 കോടി രൂപയുടെ പണം എൻ്റെ കയ്യിൽ വേണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 25 വയസ്സുള്ള ഒരാൾ ഒരു 12% നിരക്കിലാണ് ഈ പറയുന്ന എല്ലാം നമ്മൾ എടുക്കുന്നത്. 2 അസംഷൻ നമ്മളിവിടെ എടുക്കുന്നത്. 12% നിരക്കിൽ വളരുന്ന ഒരു നിക്ഷേപ മേഖലയിലാണ് നിങ്ങൾ പണം നിക്ഷേപിക്കുന്നതെന്നിരിക്കട്ടെ. മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ആ വളർച്ച തരുന്നുണ്ട്, ചില പെൻഷൻ ഫണ്ടുകൾ ആ വളർച്ച തരുന്നുണ്ട്. അപ്പോൾ ദീർഘകാല വളർച്ചയാണ് പറയുന്നത്. അപ്പോൾ അത് വർഷം തോറും 12% വളരുന്ന രീതിയിലാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഈ ഉദാഹരണത്തിൽ നമ്മളിവിടെ 4 ഉദാഹരണം പറയുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ലാഭമെന്ന്. അല്ല, എത്ര നേരത്തെ തുടങ്ങണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് 5 കോടി രൂപയാണ് 60 വയസ്സ് വിരമിക്കൽ പ്രായത്തിൽ നമുക്ക് വേണ്ടതെങ്കിൽ, 25 വയസ്സുള്ളപ്പോഴാണ് നമ്മളിത് തുടങ്ങുന്നതെങ്കിൽ മാസം 9175, അതായത് ഒരു 10,000 രൂപയിൽ താഴെ മാസം നിക്ഷേപിക്കുന്ന രീതിയിൽ എല്ലാ മാസവും നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് SIP വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ നിങ്ങൾ 12% ഗ്രോത്തുള്ള, വാർഷിക ഗ്രോത്തുള്ള ഒരു രീതിയിലേക്ക് പണം മാറ്റുകയാണെങ്കിൽ 60 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് 5 കോടി രൂപ കിട്ടും. ആ 5 കോടി രൂപ എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ നിക്ഷേപം ഇതേ 12% നിരക്കിൽ 60 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് 5 കോടി രൂപ വേണമെങ്കിൽ നിങ്ങൾ 30 വയസ്സിലാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ 16,385 രൂപ, അതായത് 16,500 രൂപയോളം നിങ്ങൾ മാസം നിക്ഷേപിക്കേണ്ടി വരുന്നു. നിങ്ങൾ 35 വയസ്സിലാണ് തുടങ്ങുന്നതെങ്കിൽ 29,700 രൂപ നിക്ഷേപിക്കേണ്ടി വരുന്നു. ഇതേ 5 കോടി രൂപ കിട്ടാനായി നിങ്ങൾ 40 വയസ്സിലാണ് നിങ്ങളുടെ നിക്ഷേപം ആരംഭിക്കുന്നതെങ്കിൽ, 12% അനുമാന നിരക്കിൽ ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾ 55,000 രൂപയാണ് മാസം നിക്ഷേപിക്കേണ്ടി വരുന്നത്. അതായത് ജോലി കിട്ടുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ആർജിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നിക്ഷേപം തുടങ്ങിയാൽ ചെറിയ മാസത്തുകയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇതേ ഗോൾ, ഇതേ സാമ്പത്തിക ലക്ഷ്യം നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് സാമ്പത്തികമായ ഒറ്റ സൂത്രവാക്യമേ ഉള്ളൂ: ഇപ്പോൾ തുടങ്ങുക, ഇവിടെ തന്നെ തുടങ്ങുക, വളരെ കുറഞ്ഞ പ്രായത്തിൽ തുടങ്ങുക. കാരണം കുറഞ്ഞ പ്രായത്തിൽ തുടങ്ങിയാൽ അത് ചെറിയൊരു എമൗണ്ടായി നിങ്ങൾക്ക് പോകും. കാരണം ഇപ്പം നിങ്ങൾക്ക് ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 50,000 രൂപ സാലറി കിട്ടുന്നെങ്കിൽ ഒരു 10,000 രൂപ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം നിക്ഷേപത്തിനാണ്. ചില കേസിലൊക്കെ നമുക്ക് പെട്ടെന്നൊരു പണം ആവശ്യം വന്നു കഴിഞ്ഞാൽ ലോൺ അഗൻസ്റ്റ് ഡിപ്പോസിറ്റ് ആയിട്ടൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ, ഇത് അനുവദിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് വലിയൊരു ലിക്വിഡിറ്റിയുടെ ഒരു പ്രശ്നവും വരുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൂത്രവാക്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഫലത്തുക എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് വളരെ എളുപ്പം നോക്കുക. ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കാരണം 25 വയസ്സിൽ തുടങ്ങിയ ആൾ നേരത്തെ പറഞ്ഞല്ലോ 9,073 രൂപ അല്ലെങ്കിൽ 9,175 രൂപ നിക്ഷേപിക്കേണ്ടി വരുന്നു. 5 കോടി രൂപ 60 വയസ്സായും കിട്ടാനായി. എന്നാൽ 40 വയസ്സുകാരൻ 55,000 രൂപ നിക്ഷേപിക്കേണ്ടി വരുന്നു പ്രതിമാസം. വ്യത്യാസം ഒന്ന് നോക്കണേ. അപ്പോൾ നേരത്തെ നിക്ഷേപം തുടങ്ങുക. ഇത്തരത്തിലുള്ള സാമ്പത്തിക വർത്തമാനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒട്ടനവധി ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ കൂടുതൽ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ താഴെ ചോദിക്കാം. അതൊക്കെ ഓരോ വീഡിയോ ആയി വരും ദിവസങ്ങളിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതുവരേക്കും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും.